Hi! How are you all? ഇന്ന് കുറച്ച് എനർജറ്റിക് ആണല്ലേ? There's a reason. Today is my birthday. Happy birthday to me. I'm 26 years old. 26 years. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഓർമ്മയില്ല. മെമ്മറീസ് ഓഫ് കോഴ്സ് ഉണ്ട്. ബട്ട് 26 years ആയി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട്. ആസ് യു ക്യാൻ സീ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ പതുക്കെ കൊയ്യുന്നൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാനതൊരു വേസിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചെയ്യുന്നിടത്തോളം ലാസ്റ്റ് ചെയ്തോട്ടെ. മൈ ഹസ്ബൻഡ് ഗിഫ്റ്റഡ് ഇറ്റ് ടു മീ ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി, സോ സ്പെഷ്യൽ. ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങും അതൊക്കെ കഴിഞ്ഞു രാത്രി തന്നെ. So I thought my birthday is always special to me. I am one of those person. എനിക്ക് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. സെലിബ്രേഷൻ ഇൻ ദ സെൻസ് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൊരു കേക്ക് കട്ടിങ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനായിട്ട് അങ്ങനെയൊന്നുമല്ല. മേ ബി ഒരു പായസം ഉണ്ടാക്കി കുടിക്കും, ലൈക്ക് സംതിങ് ടു റിമെമ്പർ. അപ്പം ദിസ് ഈസ് ആക്ച്വലി മൈ സെക്കൻഡ് ബർത്ത്ഡേ അവേ ഫ്രം ഹോം. And കുറച്ച് നോട്ട് ഈസി, ബട്ട് താങ്ക്ഫുള്ളി gratefully I have my husband with me. I thought let's make something, as food is something that always keep me alive. And ഞാൻ വിചാരിച്ചിരുന്ന ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്ത് സെർവ് ചെയ്ത് കഴിപ്പിക്കണം. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും അത് സെർവ് ചെയ്ത് കഴിക്കുന്ന ആളെ ഒരു ഹാപ്പിനെസ് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഐ തോട്ട് ഐ മേക്ക് സംതിങ് ടുഡേ, ഐ വ്ളോഗ് ഇറ്റ്. ഇതെത്ര അടിപൊളിയാവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. സോ ഐ തിങ്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ആൻഡ് ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ആസ് ദിസ് ഇസ് എ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ്, ലെറ്റ്സ് മേക്ക് പ്രോൺസ് ബിരിയാണി. ആൻഡ് പ്രോൺസ് ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ സോ ലോങ്. ഞാൻ കഴിഞ്ഞ നോമ്പിനെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് ക്ലിയർലി റിമെമ്പർ. അപ്പം മൈ പ്രോൺസ് ബിരിയാണി ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദി യൂഷ്വൽ ബിരിയാണീസ് ദാറ്റ് ഐ മേക്ക്. കാരണം എൻ്റെത് ദം ബിരിയാണി ഞാൻ റൈസ് ആൻഡ് മസാല സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബട്ട് ഈ പ്രോൺസ് ബിരിയാണിയിൽ അങ്ങനെയല്ല, മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ കം, ലെറ്റ്സ് മേക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ പ്രോൺസ് AKA ചെമ്മീൻ AKA കൊഞ്ച് ബിരിയാണി. So these are the ingredients that you need: onion, tomato, ginger garlic paste അല്ലെങ്കിൽ ചതച്ചത്, then green chilli. ഇത് പ്രോൺസ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഉപ്പും ട്യൂമറിക്കും ചില്ലി പൗഡറും, ഇത് മാത്രം. ദിസ് ഈസ് മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്. പിന്നെ ഇത് ഹോൾ സ്പൈസസ്, കോക്കനട്ട് ഓയിൽ. ദിസ് ഈസ് എ ഗീ ഐ എം യൂസിങ്. പിന്നെ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, ബിരിയാണി മസാല, ട്യൂമറിക് പൗഡർ, കാഷ്യൂ റേസിൻസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റൈസ്. കൈമ റൈസ്, ജീരകശാല റൈസ്, അങ്ങനെ എന്താ പറയാം. പിന്നെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം യൂസിങ് ദിസ് വൺ. കാരണം എൻ്റെ റൈസ് സ്റ്റോക്ക് തീർന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്, അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ ഇത് ടെസ്റ്റ് ഡോസ് ആണ്. നല്ല ബ്രാൻഡാണെങ്കിൽ ഇനി വാങ്ങണം. ഈ റൈസ് ഗ്രെയിൻ ഭയങ്കര ചെറുതാണിത്, അതുകൊണ്ടാണ് വാങ്ങി നോക്കിയത്. അങ്ങനത്തെ ഗ്രെയിന് നല്ലതായിരിക്കും. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഫസ്റ്റ് നമുക്കിതിൽ പ്രോൺസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 to 5 minutes ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമുക്ക് മസാലയാക്കാം. ഇതിനാവശ്യമായ ഓയിൽ കോക്കനട്ട് ഓയിൽ. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള പ്രോൺസ് മാത്രം.
അത് കഴിഞ്ഞിട്ട് മസാലയ്ക്ക് വേണ്ടിയ എണ്ണയും കൂടി പിന്നെ ഒഴിക്കാം. നമുക്ക് നമ്മളെ പ്രോൺസ് ഇതിലിട്ട് കൊടുക്കാം. പ്രോൺസ് ഇത് കുക്കാക്കണ്ട, ജസ്റ്റ് ഗ്രില്ലിട്ട്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് തിങ്. സോ ദിസ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. അപ്പം ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ചിട്ട് ഇതേ ബൗളിലേക്ക് മാറ്റാം. സി, ദിസ് ഇസ് ഹൗ യു നീഡ്. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഇനി ഞാൻ ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്, മസാലയ്ക്ക് ആവശ്യമായത്. കാരണം ഇതിൽ പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ ഇപ്പോൾ ഇറങ്ങി വന്നതുണ്ട്. അതൊക്കെ മസാലയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലെ ഫുൾ ഓണിയൻ ഞാൻ എടുക്കുന്നില്ല. ഐ എം കീപ്പിംഗ് എ ബിറ്റ് ഓഫ് ഇറ്റ്, കാരണം ഫ്രൈ ചെയ്യാനുണ്ട്. സോ അതിനാവശ്യമായത് കുറച്ച് അവിടെ വെക്കുകയാണ്. ദിസ് ഇസ് പ്രിറ്റി ഗുഡ്. സോ അതവിടെ വെച്ചിട്ട് ബാക്കി മൊത്തം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിൽ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്. നിങ്ങളെല്ലാവരും ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ, കുക്ക് ചെയ്യുന്നവരാണോ? ഇഷ്ടമാണോ കുക്ക് ചെയ്യാനതോ ഇഷ്ടമില്ലായ, മീൻസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ് ബട്ട് നീഡ് ടു സർവൈവ് സോ യു ഹാവ് ടു കുക്ക് ഫോർ യുവർ സെൽഫ്, അങ്ങനെ ഒരു ഇതിലാൻ പോകുന്നവരാണോ? കുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്. അതിനെക്കാട്ടിലും ഇഷ്ടം ഞാൻ പ്രിപ്പയർ ചെയ്ത ഫുഡ് വേറൊരാൾക്ക് കൊടുത്ത് അയാളെ ഫീഡ് ചെയ്യിക്കുക, അവർ ഒരു ഫേസ് ലിഫ്റ്റ് ആവുന്ന, ഒരു ലൈറ്റപ്പ് ആവുന്ന ഒരു ഇതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ ഡു ഇൻവൈറ്റ് പീപ്പിൾ. ഇപ്പോൾ കുറേ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് കുറേ സിക്കായി അങ്ങനെയൊക്കെ ആയിട്ട് ലെറ്റ് ഇറ്റ് സിറ്റ് ദെയർ ഫോർ അബൌട്ട് എ ഫ്യൂ മിനിറ്റ്സ് അണ്ടിൽ ഇറ്റ്സ് വെരി സോഫ്റ്റ്. നല്ല സോഫ്റ്റ് ആയിരിക്കണം, നല്ലപോലെ വാടി വരണം. ബിക്കോസ് നമുക്ക് ഓണിയൻ ഇതിൽ കിട്ടി കുക്ക് ചെയ്യാനില്ല, ഫ്ലേവേഴ്സ് ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെയുള്ളൂ. സോ ദിസ് ഹാസ് ടു ബി പെർഫെക്റ്റ്. ഇൻ ദ മീൻ ടൈം നമുക്കിവിടെ റൈസ് കുക്ക് ചെയ്യാം. ഞാനിവിടെ ഓണിയൻസ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് ഫ്രൈ ചെയ്യാം. കാഷ്യൂ റേസിൻസ് ഇതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പെട്ടെന്ന് പണി ചെയ്യും. ഡൂയിങ് ഓൾ ദാറ്റ് ഞാൻ ഗീ ഇടും. അന്നപ്പം ഞാൻ റൈസ് കുക്ക് ചെയ്യും. ഗീന് മാത്രമേ റൈസ് യൂസ് ചെയ്യുന്നുള്ളൂ, സോറി, റൈസിന് മാത്രമേ ഗീ യൂസ് ചെയ്യുന്നുള്ളൂ. സോറി, ഇറ്റ്സ് എ നെയിം ഫോർ ഇതൊരു ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയല്ല, ആക്ച്വലി ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്, കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ട്. ഫ്ലെയിം ഇതേപോലെ തന്നെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ടൈം നമുക്ക് കുറച്ച് കാഷ്യൂസും ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്, ഒന്നുകൂടി ആവണം. എന്നാലും ഇതൊരു എന്താ പറയുക, ബിരിയാണി ഇങ്ങനെ 2 ലേയേഴ്സ് ആയിട്ടല്ല, ഐ ടോൾഡ് യു, മസാലയും റൈസും മിക്സ്ഡ് ആയിട്ടാണ് വരിക. അപ്പം ഞാൻ മസാല അധികം എടുക്കുന്നില്ല. മറ്റേത് നമ്മൾ ചിക്കൻ്റെ കൂടെ സെപ്പറേറ്റ് മസാല വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണമല്ലോ. ഓണിയനൊന്നും അധികം എടുക്കില്ല, ടൊമാറ്റോയും രണ്ടും അധികം എടുക്കില്ല. റൈസിനോട് കൂടെ മിക്സ് ചെയ്യുമ്പം ഓവറായി പോകും മസാല ഫ്ലേവറും, ഭയങ്കര ഒരു മതിരിപ്പ് വരും ഓണിയൻസൊക്കെ ഓവറായാലും. അപ്പം ഒരു കറക്റ്റ് റേഷ്യോയിൽ മാത്രം കുറച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കാഷ്യൂ വേസ്റ്റ് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്,
തക്കാളി ഞാൻ സാധാരണ ഇത്ര എടുക്കാറില്ല. ഇത് ഫിഷ് ആയതുകൊണ്ടാണ് കുറച്ചധികം എടുത്തത്. ചിക്കൻ അല്ലെങ്കിൽ വേറെ മട്ടൺ ബീഫൊക്കെ ആകുമ്പോൾ യു ഡോണ്ട് നീഡ് ടു മച്ച് ഓഫ് ടൊമാറ്റോ. പക്ഷേ ഇത് ഞാൻ ഓണിയൻ എടുത്തതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണ എടുക്കുക, ഒരു മുന്തിരി അതിൻ്റെ മുകളിൽ വെക്കുക, ഒന്നുകൂടി കാഷ്യൂ എടുക്കുക, ഒരു മുന്തിരിയും കൂടി എടുക്കുക. ഇറ്റ്സ് വെരി ഹോട്ട്, ബട്ട് സ്റ്റിൽ ആക്കാണ്ട് അങ്ങനെ വയൽ വെള്ളം വരും. നമുക്ക് ഈ റൈസ് എടുത്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് അപ്പോൾ തന്നെ കുക്ക് ചെയ്യാം. റൈസ് നമുക്കിവിടെ കുക്ക് ചെയ്യാം. ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഇതിലുണ്ട്. കുറച്ച് ഗീ ഒഴിക്കാം. മീൻവേല മസാല ഇടയ്ക്കും ചെക്ക് ചെയ്യണം കേട്ടോ. മതിയോ? മസാല ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. മസാല ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. എനിക്ക് ഇതും ക്യാമറ ഹാൻഡിലും എല്ലാം കൂടി നടക്കുന്നില്ല. മറ്റേത് കുക്കിംഗ് മാത്രമാണെങ്കിൽ ഓക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക, കുറച്ച് പീസസ് ഓഫ് പട്ട, 4 ഗ്രാമ്പു. അതൊന്ന് ഇതാകുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു ഗ്ലാസ് ഒഴിക്കാം. കാരണം ഒരു ഗ്ലാസ് ഇപ്പോൾ ഒഴിച്ചു. ഇനി 2 ഗ്ലാസ് കൂടി വേണം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യമായ സോൾട്ട്. ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കും. എന്നപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 8 to 10 minutes അത്രയും ഉണ്ടാവില്ല. ചിലപ്പം വേഗം കുക്കാവുന്ന റൈസ് ആയിരിക്കും. ഞാൻ ഈ ബ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പറഞ്ഞില്ലേ. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് ലോങ്. നമുക്ക് മസാലേൻ്റെ പരിപാടി നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. സ്പൈസി ആക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇത് കൂട്ടാം. ചില്ലി പൗഡർ, ഇത് മിക്സ് ചെയ്യാം. ബിരിയാണി മസാലയും കൂടി ഇടാണ്ട് കേട്ടോ. ആദ്യം ഒരുപാട് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഒരു വൃത്തികെട്ട ടേസ്റ്റ് വരും. ഇനി ഞാനിതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്യാണ്. പ്രോൺസിൻ്റെ ഈ വാട്ടർക്കം ഓയിൽ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇറക്കി വെച്ചത്, അതൊക്കെ അതിൽ ഫ്ലേവേഴ്സ് ഉണ്ട്. അതൊക്കെ അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയിലയും കാട്ടിലും ലിറ്റിൽ ബിറ്റ് മോർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് തൈര്, ഇത് യോഗേർട്ടാണ്. ഇതിന് പുളിപ്പൊന്നും അധികം ഉണ്ടാവും. ഞാൻ എന്തായാലും ലെമൺ ആഡ് ചെയ്യും. ലൈം, തൈര് പത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വേണമെങ്കിൽ ഒരു 2-3 minutes ഇങ്ങനെ കുക്ക് ചെയ്യാം. ഇനിയാണ് നമ്മൾ ദം ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ മസാല സെറ്റായിട്ടുണ്ട്. നമ്മൾ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിത് റൈസ് ഇതിലേക്ക് ഇട്ട് ലെയറാക്കി എടുക്കാം. ഞാൻ അടിയത്തെ ലെയർ കുറച്ച് കട്ടിയിലിടും, മുകളിലത്തത് വളരെ തിൻ ലെയർ. അങ്ങനെയാണ് ഞാൻ ദം ചെയ്യൽ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും റൈസ് എടുത്തത് ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് 2 നേരം കഴിക്കാമല്ലോ. രാത്രി ഇനിയൊന്നും ഉണ്ടാക്കണ്ട, ഇതന്നെ തിന്നാം. ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ബി വെരി ടേസ്റ്റി. രാത്രി ആകുമ്പോഴേക്കും ഈ ബിരിയാണി ഇങ്ങനെ വെക്കും തോറും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ബ്ലെൻഡായിട്ട് ഭയങ്കര അടിപൊളിയാവും. ഇത് കുറച്ച് മല്ലിയില ഞാൻ ആവശ്യത്തിന് ആ മസാലയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മതി, ലെയറിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി ഇതുകൂടെ, ഇനി കുറച്ച് കാഷ്യൂ റൈസും.
ആഡ് ചെയ്യാം. അപ്പം ഞാൻ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ദം ചെയ്യാൻ വെക്കാം. ക്ലോസ് ചെയ്യാം. ഇത് നല്ലപോലെ ഇവിടെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. സ്റ്റവ് കത്തിക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. 10 to 15 minutes റെഡി. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഇതിലൊരു വാട്ടർ ഉണ്ടാവും, അത് ഇതിലേക്ക് തന്നെ ഇടുക, ഒഴിവാക്കണ്ട, ബിക്കോസ് അതാണ് ഇതിൻ്റെ ഫ്ലേവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് എന്തോ പറയാൻ മതി. ഹായ്, നമുക്കിത് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യാം. സോ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആവണം. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കണ്ടല്ലോ. ഇത് ജസ്റ്റ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഒരു 10 minutes ഇങ്ങനെ ലോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത സാധനം ചൂടാക്കൂലേ, ആ ഒരു പ്രോസസ്സ് പോലെ. അത് ഞാൻ കാണിക്കില്ല. ലെറ്റ് മീ ടേസ്റ്റ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം. കുഞ്ഞു ബോളിൽ എടുത്തിട്ടുണ്ട്. വെരി വെരി ഹോട്ട്. ഒരിക്കലും ആ ലാസ്റ്റ് സ്റ്റെപ്പ് വിടരുത്. ദമ്മിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഫുൾ മിക്സ് ചെയ്തിട്ട് വീണ്ടും സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 minutes ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മീൻസ് ഓവറായിട്ട് പൊടിഞ്ഞു പോയത് റൈസ്. സ്ലോലി. അങ്ങനെ ഞാൻ പറഞ്ഞാൽ റൈസ് ഓവർ കുക്ക് ചെയ്യാതെ വെക്കുക, കറക്റ്റ് കുക്ക് ചെയ്തെടുക്കാനൊക്കെ. എൻ്റെ വായിൽ വെള്ളം വന്നിട്ടില്ല. അപ്പം ഭയങ്കര ചൂടുമാണ്. എന്നാ പണ്ടുവേ കുറച്ച് റൈസ് എടുക്കാം. ഇനി റൈസ് അടിപൊളിയാണെങ്കിൽ നല്ല രസമുണ്ടാവും. റൈസിൻ്റെ ഒരു അറിയില്ല, കണ്ടിട്ട് കുഴപ്പമില്ല. Did I make this one? അടിപൊളി. എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അടിപൊളി ആവുന്നുണ്ട്. ബട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യുമ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നു പോയല്ലോ. പ്രോൺസിൻ്റെ ഫ്ലേവേഴ്സ് എല്ലായിടത്തും ബ്ലെൻഡായിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. റൈസും നല്ല റൈസാട്ടോ. ഞാനും ദമ്മ് ചെയ്യാൻ ആകെ 15 minutes അങ്ങനെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ താഴെ. അപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചാൽ കുറച്ചുകൂടി അടിപൊളിയാവും. ഇവിടെ സ്റ്റവിൻ്റെ മുകളിൽ അത്ര നേരം വെക്കൽ അത്ര പോസിബിൾ അല്ല. ബട്ട് എന്നിട്ട് ഇതൊന്നും ഭയങ്കര ടേസ്റ്റ്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഇതിപ്പം 12:30 ആയിട്ടുള്ളൂ. ഇവിടെ ഒരു 1:30 ഒക്കെ ആകുമ്പോൾ കഴിക്കും എന്തായാലും. അപ്പോഴേക്കും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആവും, ഒന്നുകൂടി അടിപൊളിയാവും. ഞാനിത് തിന്നതിനെ ഇതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുന്നുണ്ട്. എന്തൊരു സ്ഥലത്ത് കാണാൻ. ഐ നെവർ തോട്ട് ഐ ആം എ ഗിഫ്റ്റ് പേഴ്സൺ. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനും റിസീവ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. ബട്ട് ഐ നെവർ തോട്ട് ഐ എം എ ഫ്ലവർ പേഴ്സൺ. എനിക്ക് ഫ്ലവർ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ബട്ട് എനിക്ക് തന്നതിൽ വെച്ച് ഏറ്റവും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സാധനം ഇപ്പോൾ ഇതാണ്. ഇതിന് കൊയിന് ഓവനായിരുന്നു കരയുമായിരിക്കില്ലേ. ഇറ്റ്സ് വെരി പ്രിറ്റി. താങ്ക് യു ഫാ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പം ഞാൻ ഇത് ഷൂട്ട് ചെയ്യാനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ സംവൺ ഹു ഡസൻ സെലിബ്രേറ്റ് ബർത്ത്ഡേ, ഇഷ്ടമല്ല, എന്തിനാ, അല്ലെങ്കിൽ അതിൽ ഒരു രസം തോന്നാത്തവരോ ട്രൈ ചെയ്യാത്തവരോ ആണെങ്കിൽ ഡു ട്രൈ ഇറ്റ്, യു വിൽ ലവ് ഇറ്റ്. ഇപ്പം ഒന്നും വേണ്ട, ജസ്റ്റ് മേ ബി ബർത്ത്ഡേ ആണെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുക, ആ പ്ലേറ്റിന് മുകളിൽ കെച്ചപ്പ് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എഴുതുക, നിങ്ങൾ കഴിക്കുക. യു വിൽ റിയലൈസ് അത് എത്രത്തോളം നമുക്ക് സന്തോഷം തരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ലേ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടൊക്കെ ചെയ്ത് ഐ വാസ് ഹാപ്പി.
സ്റ്റിൽ ഞാൻ വെറുതെ എനിക്ക് തോന്നി ഞാനൊരു എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്, വിച്ച് ഐ ലവ്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്തു, വിൽ ഓൾസോ ലവ് ഇറ്റ്. ഇഷ്ടപ്പെടാതിരിക്കില്ല, എന്തോ ഒരു രസം അതിൽ കണ്ടെത്തും. പിന്നെ ഒരിക്കലും വിചാരിക്കില്ലല്ലോ പിന്നെ എന്തിനാ വെറുതെ ബിരിയാണി ഉണ്ടാക്കി, എന്തിനാ വെറുതെ തിന്നേ, എന്തിനാ വെറുതെ കേക്ക് കട്ട് ചെയ്തേ എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. അത് ചെയ്യാനുള്ളൊരു ത്വര കുറച്ച് തന്നെ വരും. എൻ്റെ ഉപ്പയും ബ്രദറും ബർത്ത്ഡേസ് ഒന്നും അങ്ങനെ പൊതുവേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിൽ. മീൻസ് അവരെ ബർത്ത്ഡേ നമ്മളുടെ ഇതിൽ നല്ല ആവശ്യമുണ്ടാവും. അപ്പോൾ വാട്ട് വി ഡു ഇസ്, കാക്കക്ക് ബർത്ത്ഡേ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും, അപ്പോൾ അവനെല്ലാം അങ്ങനെ പരീക്ഷിക്കാൻ പറ്റില്ല. ബട്ട് ഉപ്പൻ്റെ ബർത്ത്ഡേ അന്ന് ഞങ്ങൾ പായസം ഉണ്ടാക്കും, അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കും, അത് നമ്മൾ കഴിക്കും. ബട്ട് അതൊരിക്കലും ഉപ്പ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇഫ് യു ഹാവ് സമൺ ഹു സെലിബ്രേറ്റ്സ് യു, ഹു റിമെമ്പേഴ്സ് യുവർ ബർത്ത്ഡേ, ബി ഗ്രേറ്റ്ഫുൾ. യു ആർ ബ്ലെസ്ഡ്. കാരണം എല്ലാവർക്കും അതില്ല. അപ്പം ഐ ഹോപ്പ് യു ലവ്ഡ് ദിസ് വ്ലോഗ്, ലവ്ഡ് മൈ കുക്കിംഗ്, ലവ്ഡ് മൈ ബിരിയാണി. ഡു ട്രൈ ദ റെസിപ്പി. നല്ല അടിപൊളിയാണ്, അടിപൊളി ബിരിയാണിയാണ്, ഞാനല്ലേ പറയുന്നത്. ഡു ട്രൈ ഇറ്റ്. അപ്പം സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. അൺടിൽ ദെൻ ഒന്നുമില്ല. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്, ഷെയർ, ഹിറ്റ് ദ ബെൽ ഐക്കൺ. പിന്നെ കാണാം. ഓക്കെ, ബൈ. ടൂഡിൽസ്.